الحمد لله رب العالمين الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله اللهم صل على سيدنا محمد وعلى آل سيدنا محمد نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم علمنا بما ينفعنا وانفعنا بما علمتنا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أما بعد السلام عليكم ورحمة الله وبركاته سورة الأحزاب വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമാണ്. 73 സൂക്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ അധ്യായം ഹിജ്റ 5-ാം വർഷമാണ് അവതരിച്ചത്. അഹ്സാബ് യുദ്ധവും ബനൂ ഖുറൈള യുദ്ധവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈനബ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹവും ഒക്കെ നടന്ന വർഷമാണ് ഹിജ്റ 5-ാം വർഷം. അൽ അഹ്സാബ് എന്നത് ഹിസ്ബ് എന്നതിന്റെ ബഹുവചനമാണ്. കക്ഷി, പാർട്ടി എന്നൊക്കെയാണ് അർത്ഥം. അഹ്സാബ് എന്ന് പറഞ്ഞാൽ സഖ്യകക്ഷികൾ, സംഘടിത ശക്തികൾ എന്ന് അർത്ഥം പറയാവുന്നതാണ്. ഉഹദ് യുദ്ധാനന്തര രാഷ്ട്രീയ സാഹചര്യത്തിൽ മക്കയിലെ ഖുറൈശികളും മദീനയിലെ ജൂതഗോത്രങ്ങളും പരിസര പ്രദേശങ്ങളിലെ അറബി ഗോത്രങ്ങളും സംയുക്തമായി ശക്തമായ ഒരു സൈനിക മുന്നേറ്റത്തിലൂടെ മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രത്തെ തകർക്കുവാനുള്ള ഗൂഢ പദ്ധതികൾ മെനയുകയും യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലം ഈ സൂറയുടെ അവതരണത്തിന് ഉണ്ട്. 20-ാമത്തെ സൂക്തത്തിൽ യഹ്സബൂനൽ അഹ്സാബ ലം യദ്ഹബു അൽ അഹ്സാബ് എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഈ സൂറയുടെ പേര് അൽ അഹ്സാബ് എന്ന് ആകാൻ കാരണം. 3 സൂക്തങ്ങളാണ് ഇന്ന് നാം പഠിക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹൻ നബിയ്യു തഖില്ലാഹ വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. പ്രവാചക, അല്ലാഹുവിനെ ഭയപ്പെടുക, സൂക്ഷിക്കുക. സത്യനിഷേധികളെയും കപടവിശ്വാസികളെയും താങ്കൾ അനുസരിക്കരുത്. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. വത്തബിഅ മാ യൂഹാ ഇലൈക മിർ റബ്ബിക. താങ്കളുടെ നാഥനിൽ നിന്ന് ലഭിക്കുന്ന ഉത്ബോധനം താങ്കൾ പിൻപറ്റുക. ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. താങ്കൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു ബോധവാനാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒന്നിനെക്കുറിച്ച് അല്ലാഹു ബോധവാനാണ്. വതവക്കൽ അലല്ലാഹി വകഫാ ബില്ലാഹി വകീല. താങ്കൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. സംരക്ഷകനായി, ഭരമേൽപ്പിക്കുന്നവനായി അല്ലാഹു മതിയായവനാകുന്നു. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് അല്ലാഹുവിനെ ഭയപ്പെടണമെന്നും സൂക്ഷിക്കണമെന്നും കൽപ്പിക്കുകയാണ്. ലോകത്ത് എത്ര കഠിനമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നാലും, ലോകം മുഴുവൻ താങ്കൾക്കെതിരെ ആഞ്ഞടിച്ചാലും താങ്കൾ ഭയപ്പെടേണ്ടത് അല്ലാഹുവിനുമാണ്. പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന മനുഷ്യരെയും ജിന്നുകളെയും മാലാഖമാരെയും ഒക്കെ സൃഷ്ടിച്ച നാഥൻ തമ്പുരാനെ മാത്രമേ താങ്കൾ ഭയപ്പെടാവൂ. സത്യനിഷേധികളെയും കപടവിശ്വാസികളെയും താങ്കൾ അനുസരിക്കരുത്. ഈ സൂക്തത്തിന്റെ അവതരണ പശ്ചാത്തലമായിക്കൊണ്ട് ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ ഒരു സംഭവം, മക്കയിലെ മുശ്രിക്കുകളും അവരുടെ നേതാക്കന്മാരും മദീനയിലെ കപടവിശ്വാസികളുടെ നേതാവായ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. ഉർഫുദു ദിക്ര ആലിഹത്തിന ലാത്ത വൽ ഉസ്സ വമനാത്ത് വഖുൽ ഇന്ന ലഹാ ശഫാഅത്തുൻ ലിമൻ അബദഹാ വനതഅക വറബ്ബക. താങ്കൾ ഞങ്ങളുടെ ദൈവങ്ങളെ വിമർശിക്കുന്ന നിർത്തുക. ആ ദൈവങ്ങൾക്ക് അവരാരാധിക്കുന്നവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ കഴിയും എന്ന് താങ്കൾ പറയുക. അങ്ങനെ ചെയ്താൽ താങ്കളെയും താങ്കളുടെ രക്ഷിതാവിനെയും ഞങ്ങൾ വിട്ടുതരാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആക്ഷേപിക്കുകയില്ല. ഒരു ചെറിയ അഖീദയുടെ വിഷയത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചാണ് കപടവിശ്വാസികളും ദൈവനിഷേധികളും പ്രവാചകനോട് ആവശ്യപ്പെടുന്നത്. മറ്റൊരു
സാഹചര്യം ദത്തുപുത്രന്റെ വിമുക്ത ഭാര്യയെ വിവാഹം കഴിക്കുക എന്നത് അറേബ്യൻ സമ്പ്രദായത്തിൽ നിഷിദ്ധമായിരുന്നു. ഈ അനാചാരത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന വിഷയത്തിൽ ചില ആശങ്കകൾ പ്രവാചകൻ പ്രകടിപ്പിച്ചിരുന്നു. തന്റെ അനുചരന്മാർക്ക് പോലും സംശയങ്ങൾ ഉണ്ടാകാനും മറുപക്ഷത്തേക്ക് ചാഞ്ഞുപോകാനുമൊക്കെ ഉള്ള ഒരു സാധ്യത പ്രവാചകൻ കണ്ടിരുന്നു. പെട്ടെന്ന് വളരെക്കാലമായി നിലനിൽക്കുന്ന ഒരു സമ്പ്രദായം മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന ഒരു വിഷയത്തിൽ വന്നുകഴിഞ്ഞാൽ പിന്നീട് താങ്കളുടെ ഇച്ഛയ്ക്കോ താങ്കൾ ഭയപ്പെടുന്ന സമൂഹത്തിന്റെ പ്രതികരണത്തിനോ ഒരു സ്ഥാനവും ഇല്ല. നിരുപാധികം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ താങ്കൾ ബാധ്യസ്ഥനാണ്. സത്യനിഷേധികളെയും കപടവിശ്വാസികളെയും അനുസരിക്കാൻ പാടില്ല. വലഹു മൻ ഫിസ് സമാവാതി വൽ അർളി കുല്ലു ലഹു ഖാനിതൂൻ. ആകാശങ്ങളും ഭൂമിയും അവന്റേതാണ്. എല്ലാ വസ്തുക്കളും എല്ലാ സൃഷ്ടികളും അവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഖാനിതൂൻ എന്ന പദത്തിന് അവിടെ മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഖാലിഊന ഖാശിഊന തൗഅൻ വകർഹൻ. വിനയപുരസ്സരം സൗമ്യതയോടുകൂടി അനുസരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് സകലമാന സൃഷ്ടികളും. ഖുൽ അഇന്നകും തക്ഫുറൂന ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈനി വതജഅലൂന ലഹു അൻദാദൻ ദാലിക റബ്ബുൽ ആലമീൻ. പ്രവാചക പറയുക, 2 ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ച നാഥനെയാണോ നിങ്ങൾ നിഷേധിക്കുന്നത്? നിങ്ങൾ അവനെ സമന്മാരെ കൽപ്പിക്കാൻ ശ്രമിക്കുകയാണോ? ലോകങ്ങളുടെ രക്ഷിതാവാണവൻ. ثم استوى إلى السماء وهي دخان فقال لها وللأرض ائتيا طوعا أو كرها قالتا أتينا طائعين. അല്ലാഹു ആകാശ ലോകത്തെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച സന്ദർഭത്തിൽ അവ കേവലം പുകയായിരുന്നു. ആകാശത്തോടും ഭൂമിയോടും അല്ലാഹു പറഞ്ഞു ائتيا طوعا أو كرها. അനുസരിച്ചുകൊണ്ടോ നിർബന്ധിതമായോ നിങ്ങൾ വരിക എന്ന് പറഞ്ഞപ്പോൾ ആകാശലോകവും ഭൂമിയും ഉത്തരം നൽകി കാലത്താ അതൈനാ ത്വാഇഈൻ. ഞങ്ങൾ അനുസരിച്ചുകൊണ്ടിതാ വന്നിരിക്കുന്നു. അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് വത്തൈറു സാഫാത്ത് കുല്ലുൻ ഖദ് അലിമ സലാതഹു വതസ്ബീഹഹു വല്ലാഹു അലീമുൻ ബിമാ യഫ്അലൂൻ. താങ്കൾ കണ്ടില്ലേ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലമാന വസ്തുക്കളും അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിരനിരയായി പറക്കുന്ന പറവകൾ പോലും എല്ലാറ്റിനും അവയുടെ പ്രാർത്ഥനയും പ്രകീർത്തനവും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ നമുക്ക് ദൃശ്യമാകുന്നത് ത്വാഅത്തിന്റെ താളമാണ്. അനുസരണത്തിന്റെ താളാത്മകതയിൽ ലയിച്ച പ്രപഞ്ചത്തിൽ മനുഷ്യന് മാത്രം അള്ളാഹുവിനെ ധിക്കരിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് താങ്കൾക്ക് സത്യനിഷേധികളെയും കപടവിശ്വാസികളെയും ഒരിക്കലും അനുസരിക്കാൻ സാധ്യമല്ല. പ്രപഞ്ചത്തിലെ ഒരു ചെറിയ അണു മുതൽ അനന്തവിസ്തൃതമായ ആകാശലോകത്തിലെ ഭീമാകരമുള്ള നക്ഷത്രങ്ങൾ വരെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശാനുസരണമാണ്, കൽപ്പന പ്രകാരമാണ്. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യന്റെ ചലനവും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണ്. الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار كل في فلك يسبحون. സൂര്യന് ചന്ദ്രനെ മറികടക്കണമെന്നോ ചന്ദ്രന് സൂര്യനെ അതിജയിക്കണമെന്നോ മോഹമില്ല. എല്ലാം അള്ളാഹു നിശ്ചയിച്ച പന്ഥാവിലൂടെ ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രവാചക, താങ്കൾക്ക് അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ ആരുടെ മുമ്പിലും ശിരസ് കുനിക്കാൻ സാധ്യമല്ല. തഖ്വയുടെ ഗുണഫലങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ഒരാൾ ജീവിച്ചാൽ അദ്ദേഹത്തിന് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഒരു മോചനമാർഗം അള്ളാഹു കാണിച്ചു കൊടുക്കും. അവൻ ഒരിക്കലും നിലച്ചിട്ടില്ലാത്ത രീതിയിൽ റിസ്ഖിന്റെ കവാടങ്ങൾ അവന്റെ മുമ്പിൽ തുറക്കപ്പെടും. എല്ലാ കാര്യങ്ങളിലും മുത്തഖിയായ മനുഷ്യന് എളുപ്പം ദർശിക്കാൻ കഴിയും. അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും പ്രതിഫലം ധാരാളമായി അധികരിക്കപ്പെടുകയും ചെയ്യും. തഖ്വ ഹബീബ് എന്ന മഹാൻ തഖ്വയെക്കുറിച്ച് നിർവചിച്ചത് ഇങ്ങനെയാണ്: അത്തഖ്വ അൻ തഅമല ബിതാഅത്തില്ലാഹി അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ്.
وأن تترك معصية الله على نور من الله مخافة عذاب الله. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് അവന്റെ സന്മാർഗമാകുന്ന പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ വണങ്ങി അനുസരിച്ച് തന്റെ കർമ്മങ്ങൾ രൂപപ്പെടുത്തുക എന്നതാണ്. അവൻ അള്ളാഹുവിനോടുള്ള അനുസരണക്കേടിനെ ഉപേക്ഷിക്കുക, ധിക്കാരത്തെ ഉപേക്ഷിക്കുക, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ടും അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശമായ സന്മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന ഔലന്നാസ് ബി അൽ മുത്തഖൂന മൻ കാനൂ ഹൈസു കാനൂ, ഞാനും ഏറ്റവും അടുത്തു നിൽക്കുന്നത് തഖ്വയുള്ളവരാണ്, അവരാരായിരുന്നാലും അവർ എവിടെയായിരുന്നാലും. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ മുഅ്മിനി കമസലിസ് സഅ ലാ തസാലു റീഹു തുമയ്യിലു വലാ യസാലുൽ മുഅ്മിനു യുസീബുഹുൽ ബലാഉ വമസലുൽ മുനാഫിഖി കമസലി ശജറത്തിൽ അർജ ലാ തഹ്തസു ഹത്താ തുസ്തഹ്സത്. വിശ്വാസിയുടെ ഉപമ കൃഷി പോലെയാണ്. കാറ്റ് ആ ചെടികളെ വലത്തോട്ടും ഇടത്തോട്ടുമൊക്കെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റിൽ ചാഞ്ഞുപോകും. ലയജാലുൽ മുഅ്മിനു യുസീബുഹുൽ ബലാ, അതുപോലെ വിശ്വാസിക്കെപ്പോഴും പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഒരു കപടവിശ്വാസിയുടെ ഉദാഹരണം ഉറച്ച മരം പോലെയാണ്. ലാ തഹ്തസു ഹത്താ തുസ്തഹ്സത്, അവസാനം കൊയ്ത് മുറിച്ചു നിൽക്കുന്നത് വരെ അതിനിളക്കം തട്ടുകയില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസിയായ മനുഷ്യന് കാറ്റിൽ ചെടികൾ ആഞ്ഞുലയുന്നത് പോലെ കടുത്ത പരീക്ഷണങ്ങൾ ഇടയ്ക്കിടെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപം പൊറുക്കപ്പെട്ടവനായി പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കാൻ വേണ്ടി വത്തബിഅ മാ യൂഹാ ഇലൈക മിൻ റബ്ബിക ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, താങ്കളിലേക്ക് താങ്കളുടെ നാഥനിൽ നിന്ന് ബോധനം ചെയ്യപ്പെട്ട ഒന്നിനെ പിന്തുടരുക. ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, താങ്കൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു ബോധവാനാണ്. താങ്കൾ പിൻപറ്റേണ്ടത് താങ്കളുടെ നാഥനിൽ നിന്ന് അവതീർണമാകുന്ന വേദഗ്രന്ഥത്തിനനുസരിച്ചാണ്. വേദഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ താങ്കൾക്ക് പിന്തുടരാൻ കഴിയൂ. താങ്കളുടെ സ്വന്തം ഇച്ഛയെയോ താങ്കൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ ആഗ്രഹങ്ങളെയോ അവലംബിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് അവതീർണമായ വഹ്യിനെ തള്ളിക്കളയുവാൻ താങ്കൾക്ക് അവകാശമില്ല. വതവക്കൽ അലല്ലാഹി വകഫാ ബില്ലാഹി വകീല, കടുത്ത പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അള്ളാഹുവിൽ നിന്ന് അവതീർണമായ വേദഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ട കൽപ്പനകൾക്കനുസൃതമായി താങ്കൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന കടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിൽ താങ്കൾ ഭരമേൽപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറസഖകും കമാ യർസുഖു ത്വയ്റ തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാന. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, നിങ്ങൾ അള്ളാഹുവിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചാൽ പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ നിങ്ങൾക്കവൻ ഭക്ഷണത്തിന്റെ ഉപജീവന മാർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു തരും. എത്ര സന്തോഷത്തോടുകൂടിയാണ് പ്രഭാതത്തിൽ പക്ഷികൾ കളകളാരവം മുഴക്കുന്നത്. ആ പക്ഷികൾക്കറിയുകയില്ല എവിടെയാണ് അവരുടെ പ്രാതൽ, ഉച്ചഭക്ഷണം, ഡിന്നർ എന്നതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയും ഒരു പ്ലാനും അവയ്ക്കില്ല. എന്നിട്ടും സന്തോഷത്തോടുകൂടി തങ്ങളെ സൃഷ്ടിച്ച നാഥൻ തങ്ങൾക്കാവശ്യമായ ഭക്ഷണത്തിന്റെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന ശക്തമായ തവക്കുലിന്റെ അടിസ്ഥാനത്തിൽ ആഹ്ലാദത്തോടുകൂടി തത്തിപ്പറക്കുന്ന പറവുകൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ നാം അല്ലാഹുവിലെല്ലാം ഭരമേൽപ്പിച്ചാൽ അള്ളാഹു നമുക്ക് ഭക്ഷണം നൽകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഖാലഹ ഇബ്രാഹീം ഹീന ഉൽഖിയ ഫിന്നാർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ തവക്കുലിന്റെ ശക്തമായ മന്ത്രങ്ങൾ മുഴങ്ങിയിരുന്നു. ചുണ്ടുകളിൽ തവക്കുലിന്റെ മന്ത്രമായ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ ഉച്ചരിച്ചുകൊണ്ടാണ് കയറുകളിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ കത്തിക്കാണുന്ന അഗ്നിജ്വാലകൾക്കിടയിലേക്ക് എറിയപ്പെട്ടത്. മനുഷ്യ ശരീരത്തെ കരിച്ച് ചരമാക്കുക എന്ന അടിസ്ഥാന ഗുണമുള്ള തീ, സാക്ഷാൽ അഗ്നി,
യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തണുപ്പും ശാന്തിയുമായി അതിന്റെ അടിസ്ഥാന സ്വഭാവം പ്രകൃതം മാറുന്ന കാഴ്ചയാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത്. തവക്കുലിന്റെ അനന്തര ഫലമായിരുന്നു അത്. وقالها محمد صلى الله عليه وسلم حين قالوا إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. ജനങ്ങൾ നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു, നാനാഭാഗത്തു നിന്നും സകല ശക്തികളും സംഭരിച്ചുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കാൻ അവർ ഒരുമിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഫഖ്ശൗഹും, നിങ്ങളവരെ ഭയപ്പെടുക എന്ന് പറയപ്പെട്ടാൽ വിശ്വാസികളുടെ മനസ്സിലത് സൃഷ്ടിക്കുക ഭീതിയല്ല, മറിച്ച് ഫസാദഹും ഈമാന, അതവരുടെ ഈമാനിനെ വർദ്ധിപ്പിക്കും. വഖാലു, അവർ പറയും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഏറ്റവും നല്ല സംരക്ഷകനാണ് അവൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഗാർ ഗുഹയിൽ അഭയം തേടിയ നേരം പ്രവാചകനോട് പറഞ്ഞു, നദർതു ഇലാ അഖ്ദാമിൽ മുശ്രിക്കീൻ വനഹ്നു ഫിൽ ഗാരി വഹും അലാ റൂസിനാ, ഞാൻ ശത്രുക്കളുടെ പാദങ്ങളിലേക്ക് നോക്കി, നമ്മുടെ തലയുടെ വളരെ അടുത്താണ് അവർ സ്ഥിതി ചെയ്യുന്നത്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലൗ അന്ന അഹദഹും നദറ തഹ്ത ഖദമൈഹി ലഅബ്സറനാ, പാദത്തിന്റെ അടിയിലൂടെ അവർ നോക്കുകയാണെങ്കിൽ അവർക്ക് നമ്മെ കണ്ടെത്താൻ കഴിയും. ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു, യാ അബൂബക്കർ, അല്ലയോ അബൂബക്കർ, യാ അബൂബക്കർ ബിസ്നൈൻ അല്ലാഹുമ്മ സാലിസുഹുമാ, എന്താണ് അബൂബക്കറെ, മദന്നുക യാ അബൂബക്കർ ബിസ്നൈൻ, എന്താണ് താങ്കൾ കരുതുന്നത്, മൂന്നാമതായി അല്ലാഹുവുള്ള ഈ രണ്ടുപേരെക്കുറിച്ച് താങ്കൾ എന്ത് കരുതുന്നു അബൂബക്കർ? ഇത്രയും ഭയാനകമായ ഭീതിജനകമായ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച സന്ദർഭത്തിൽ പോലും പാറ പോലെ ഉറച്ച തവക്കുലിന്റെ ബലത്തിൽ നിന്നുകൊണ്ട് പ്രതികരിച്ച നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തവക്കുലിന്റെ ആഴം ഒന്നാലോചിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഇത് പ്രതികൂല സാഹചര്യത്തിലും ഇത് പ്രതിസന്ധി ഘട്ടത്തിലും എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി നിലകൊള്ളുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയും താഅത്തും തവക്കുലും എന്ന് നാം പഠിച്ച 3 സൂക്തങ്ങളിൽ പരാമർശിച്ച ഈ ഉത്തമ വിശേഷണങ്ങൾ ആർജിച്ചെടുക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനുള്ള അനുസരണത്തിൽ നിലകൊള്ളുന്ന പ്രപഞ്ച സൃഷ്ടികളുടെ സംഗീതാത്മകമായ താളത്തിന്റെ താളത്തിൽ താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അല്ലാഹുവിനുള്ള താളത്തിൽ ജീവിക്കുവാൻ അവൻ നമ്മെ തുണക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.